മലയാളത്തിലെ എസ് ഹരീഷിൻ്റെ ആദ്യ നോവലായ മീശ വിവാദമായ സാഹചര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. പക്ഷെ ആ നോവൽ വിവാദമായതുകൊണ്ടുള്ളൊരു ഗുണം ലഭിച്ചത് ആ നോവലിന് തന്നെയാണ്. കാരണം അത് കൂടുതൽ ആൾക്കാർ വായിക്കുകയും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അത് എന്താ പറയുക, അതിന് അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തു. അത് വിവാദമായില്ലെങ്കിലും അവാർഡ് കിട്ടും, അത് വേറെ കാര്യം. എന്നിരുന്നാലും അത് കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആ വിവാദം കൊണ്ട് ഉതകി എന്ന് വേണമെങ്കിൽ കരുതാം. അതുപോലെ വിവാദമാകേണ്ടിയിരുന്ന ഒരു നോവലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വിനോയ് തോമസ് എഴുതിയിട്ടുള്ള പുറ്റ് എന്ന് പറയുന്ന നോവൽ. പക്ഷെ എന്തുകൊണ്ടും അത് വിവാദമായില്ല. അത് ഈ പറഞ്ഞതുപോലെ അത് വിവാദമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർ ആ നോവലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ കണ്ടൻറ്റ് കുറച്ചുകൂടി വേറെ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. അതായത് നമ്മുടെ തന്നെ സൊസൈറ്റിയുടെ തന്നെ സദാചാര മൂല്യങ്ങൾ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ, അതുപോലെ മറ്റ് മനുഷ്യരെ നോക്കിക്കാണുന്ന വളരെ മുൻവിധിയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്ന രീതികൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ആ നോവലിൽ ആകമാനം പറയാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ജനങ്ങളിലോട്ട് എത്തുമായിരുന്നു അത് വിവാദമായിരുന്നെങ്കിൽ. വിവാദമാകേണ്ട സംഭവങ്ങളെല്ലാം അതിനകത്തുണ്ട്, പക്ഷെ അത് വിവാദമായില്ല. എന്തുകൊണ്ടോ വിവാദമായില്ല. ആ വിവാദമാകാത്തതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്.